വായനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ബുക്ക് ഫെയർ എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറെ താല്പര്യമുള്ളൊരു വിഷയമാണല്ലോ. ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണ്? അല്ല, ഈ ലോകത്തുള്ള എല്ലാ പ്രസാധകരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലത്ത് നമുക്കും കൂടി എത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇവിടെ തന്നെ ഷാർജയിൽ ഈ ബുക്ക് ഫെസ്റ്റിവൽ കാര്യമായിട്ട് മലയാളികൾ ഏറെ ഏറ്റെടുക്കുന്നൊരവസ്ഥ വിശേഷം. മലയാളികളുടെ പ്രസിദ്ധീകരണങ്ങൾ എല്ലാവരും പരമാവധി പുസ്തകങ്ങളുമായി ഒരു ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളൊരവസരം കൂടിയായിട്ട് കാണും. ഇപ്പം സുപ്രഭാതം തന്നെ പുസ്തകങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നു. എല്ലാവരും, അത് സാമുദായിക സംഘടനയാവട്ടെ, അതല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ വിഭാഗങ്ങളാവട്ടെ, എവിടെയും മനുഷ്യൻ്റെ ചിന്താധാരയെ പരിപോഷിപ്പിക്കാൻ, അവൻ്റെ സർഗാത്മകതയെ പരിപോഷിപ്പിക്കാൻ, നല്ലൊരു കാൽപ്പനിക ബോധത്തോടു കൂടിയുള്ള സർഗസാഹിത്യങ്ങളെ പരിപോഷിപ്പിക്കാൻ, അക്ഷരങ്ങളും മനുഷ്യനും തമ്മിലുള്ള അകലം കുറക്കാൻ മാത്രമല്ല കൂടുതൽ ആളുകളെ മനുഷ്യരാക്കി തീർക്കാൻ ഒക്കെ കഴിയുന്ന ഒരു വലിയ ചർച്ചകളും അതുപോലെ തന്നെ പ്രകാശന ചടങ്ങുകളും ഒക്കെ നടക്കുന്ന ഒരു വേദിയിൽ എത്താൻ കഴിയുന്നു എന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ പുസ്തകവും ഇവിടെ പ്രകാശനം ചെയ്യുന്നു. ഞാൻ പിതാവിനെക്കുറിച്ച് എഴുതിയ ഓർമ്മക്കുറിപ്പുകളാണ്. ഇങ്ങനെ സുപ്രഭാതമാണെങ്കിലും മറ്റു എല്ലാ പത്രങ്ങളും, കേരളത്തിലെ എല്ലാവിധ പത്രങ്ങളും അവരുടേതായ വലിയ പങ്ക് ഈ കാര്യത്തിൽ വഹിക്കുന്നു. സുപ്രഭാതവും ഇപ്പം അതിൻ്റെ ഗൾഫ് എഡിഷൻ ആരംഭിച്ചു 4 മാസം മുൻപ്. ഈ മാധ്യമരംഗത്തേക്ക് ഒരു വലിയ കടന്നുവരവ് സുപ്രഭാതത്തിൻ്റെ കെട്ടിലും മട്ടിലുമൊക്കെ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ എങ്ങനെയായിരിക്കും ഇത് സുപ്രഭാതത്തിന് പ്രിന്റ് മീഡിയയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാനത് നോക്കിക്കാണുകയായിരുന്നു. പക്ഷേ സുപ്രഭാതം അതിൻ്റെ ക്വാളിറ്റി ഓരോ പ്രാവശ്യവും വർദ്ധിപ്പിച്ചു കൊണ്ട് പോകുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ വിപുലമായ രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എഡിഷൻസിൻ്റെ എണ്ണം കൂട്ടുന്നു, ഗൾഫ് എഡിഷൻ തുടങ്ങുന്നു, വാർത്തയുടെ കെട്ടിലും മട്ടിലും ഭയങ്കരമായ ഒരു പുതിയ യുണീക്കായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നതൊക്കെ ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇനിയും കൂടുതൽ അക്ഷരങ്ങളിലൂടെ ആളുകളുമായി സംവദിക്കാൻ സുപ്രഭാതത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കുറച്ചും കൂടി പുസ്തകത്തിൻ്റെയും അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെയൊക്കെ ലോകത്ത് തന്നെ ഇപ്പോൾ മുഴുവൻ സമയം, നേരത്തെയും രാഷ്ട്രീയത്തിൽ സജീവമാണ്, ഇപ്പോൾ പക്ഷേ കുറച്ചുകൂടി ചുമതലകൾ കൂടി കൂടുതൽ ഉത്തരവാദിത്തമായി ഇപ്പോൾ നേരത്തെ പോലെ ഈ വായനയും അല്ലെങ്കിൽ അത്തരം സർഗാത്മക പരിപാടികളൊക്കെ നടക്കുന്നുണ്ടോ? അല്ല, വായന നടക്കുന്നുണ്ട്, പക്ഷേ എഴുത്താണ് നടക്കാൻ പ്രയാസം. വായന നമുക്ക് യാത്രയിലൊക്കെ വായിക്കാമല്ലോ, പക്ഷേ നമുക്ക് എഴുതാൻ നമ്മൾ അതിനായിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. എങ്കിലും ഒരു സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നു. സിനിമ എന്തായാലും അടുത്ത വർഷം ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ പഴയ ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റുകളൊക്കെ പ്രകാശനം ചെയ്യാൻ പോകുന്നു ഈ വർഷം. പിതാവിനെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതി. ഈ ഒരു വർഷം അടുത്ത വർഷവുമായിട്ട് ഒരു 4-5 പുസ്തകങ്ങളെങ്കിലും എഴുതും എന്ന് തന്നെയാണ് തീരുമാനം. ഓക്കെ, അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുന്നതിൻ്റെ മുമ്പായിട്ട് കുറച്ചും കൂടി സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നതാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും. കാരണം നിയമസഭാ ഇലക്ഷൻ എന്നുള്ളതല്ല ഇപ്പോൾ, കാരണം വലിയ ഉത്തരവാദിത്തങ്ങൾ പാർട്ടിയിൽ ഉത്തരവാദിത്തങ്ങളാവുള്ളൂ. നേരെ മറിച്ച് ഞാൻ മുനിസിപ്പൽ ചെയർമാനും പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആകുമ്പോൾ ഉണ്ടാവുന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്, അതിപ്പോൾ ഇല്ല. എന്തായാലും വലിയ മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ വർഷം അവസാനിക്കാൻ പോകുന്നു. എങ്കിലും ഈ വർഷം അടുത്ത വർഷവുമായിട്ട് 5 പുസ്തകമെങ്കിലും എൻ്റെത് ഇറക്കുന്നത് തന്നെയാണ് തീരുമാനം. അടുത്ത വർഷം ഷാർജ ബുക്ക് ഫെയറിൽ കൂടുതൽ പുസ്തകം ഒരുമിച്ചുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. പിതാവിനെ കുറിച്ചാണ് പുസ്തകം എന്ന് പറഞ്ഞത്. കേരളക്കാർക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല പിതാവിന്. എങ്കിലും എന്തൊക്കെയാണ് പുസ്തകത്തിൽ, എങ്ങനെയാണ് അതിൻ്റെ ഓർമ്മകളൊക്കെ? അല്ല, അതിൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഈ പിതാവിനെ, ഒരു മതേതരവാദിയായ പിതാവിനെ, ഒരു പഴയ ട്രേഡ് യൂണിയൻ നേതാവായ പിതാവിനെ, അല്ലെങ്കിൽ ചില കർക്കശമായ തീരുമാനങ്ങൾ എടുക്കുന്ന പിതാവിനെ, ഒരു ഭരണതന്ത്രജ്ഞനായ പിതാവിനെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്ത് വീട്ടിൽ ഞങ്ങൾ കണ്ട ഒരു പിതാവിനെ ഞങ്ങളൊക്കെ കുഞ്ഞാക്ക എന്നാണ് വിളിക്കുക. ആ കുഞ്ഞാക്കയാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പുസ്തകങ്ങളൊക്കെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവോ? ഇല്ല, അത് ആക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഇതൊക്കെ വിവാദമാവുള്ളൂ, അല്ലാതെ ഒന്നും വിവാദമാവില്ല. പിന്നെ വിവാദം എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ
പ്രസാധകർക്കും ആവശ്യമാണ് വിവാദമാക്കൽ. പുസ്തകമെന്ന് മാത്രമല്ല, എന്ത് സൃഷ്ടികൾ ഇറങ്ങുമ്പോഴും അതിനൊരു നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി ഉണ്ടാകുമ്പോഴേ അത് ചെലവഴിക്കപ്പെടുള്ളൂ എന്നൊരു രീതിയുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. ഇ.പിയുടെ പുസ്തകം മാത്രം ഒരു ശ്രമമാണെന്നാണ്. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ ഒരു ശ്രമമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അത് സത്യമായിരിക്കാം, ചില യാഥാർത്ഥ്യങ്ങളായിരിക്കാം. പിന്നെ അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു വേറൊരു രീതിയുണ്ട്. എന്തായാലും അത്തരമൊരു വിവാദത്തിലേക്ക് ഞാനില്ല. എന്തായാലും പിന്നെ എൻ്റെ പുസ്തകത്തിൽ അങ്ങനെ വിവാദങ്ങളുടെ പശ്ചാത്തലം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ സുപ്രഭാതത്തിൽ എത്തിയതിലും വളരെ സന്തോഷം. ഇവിടെ സംസാരിച്ചതിലും ഈ വിലപ്പെട്ട സമയത്തിനിടയ്ക്ക് താങ്ക് യു. ഓക്കെ, താങ്ക് യു.